ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. സ്ത്രീ ശാക്തീകരണത്തിൽ ഇന്ത്യ ലോകത്തിന് മാതൃകയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പരിസ്ഥിതിയോട് ഇണങ്ങിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് രാജ്യത്തുടനീളം നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഝാർഖണ്ഡിലും പശ്ചിമബംഗാളിലും വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. രാജ്യത്തെ മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസവും ആരോഗ്യവും ഉറപ്പുവരുത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി മഹേന്ദ്രഭായി മുഞ്ചപ്പാറ. കേരളത്തിൽ പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കസ്റ്റഡിയിലുള്ള 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ UP വാറിയേഴ്സ് ഗുജറാത്ത് ജയന്റ്സ് മത്സരം ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സ്ത്രീ ശാക്തീകരണത്തിൽ ലോകത്തിന് മാതൃകയായി ഇന്ത്യ മാറിയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഒഡീഷയിലെ ഗഞ്ചം ജില്ലയിൽ ബർഹാംപൂർ സർവകലാശാലയുടെ 25ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. 2047ഓടെ ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായും വികസിത രാജ്യമായും മാറുമെന്നും അതിൽ സ്ത്രീകൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇതിനായി രാജ്യത്തെ വനിതകളെ കൂടുതൽ ശാക്തീകരിക്കേണ്ടതുണ്ടെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. കട്ടക്കിൽ ബ്രഹ്മകുമാരീസിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിലും ശ്രീമതി മുർമു പങ്കെടുത്തു. നാളെ സംബൽപൂർ ജില്ലയിലെ വിവിധ പരിപാടികളിലും രാഷ്ട്രപതി പങ്കെടുക്കും. യൂറിയ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യം മുന്നേറുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഝാർഖണ്ഡിൽ 35,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ബീഹാർ സന്ദർശനത്തിന്റെ ഭാഗമായി ഝാർഖണ്ഡിലെത്തിയ ശ്രീ മോദി ധൻബാദിലെ സിന്ദ്രി രാസവള നിർമ്മാണ പ്ലാന്റ് സന്ദർശിച്ചു. 12.7 ലക്ഷം മെട്രിക് ടൺ ആഭ്യന്തര യൂറിയ ഉൽപാദനമാണ് പ്ലാന്റ് ലക്ഷ്യമിടുന്നത്. യൂറിയ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ 8,900 കോടിയിലേറെ രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സിന്ദ്രി പ്ലാന്റ് ഉൾപ്പെടെ രാസവളം, റെയിൽവേ, ഊർജ്ജം, കൽക്കരി എന്നീ മേഖലകളിലെ വിവിധ പദ്ധതികളാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. റെയിൽവേ മേഖലയിൽ 17,600 കോടി രൂപയുടെ പദ്ധതിക്കാണ് അദ്ദേഹം തുടക്കമിട്ടത്. 3 ട്രെയിൻ സർവീസുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. 2047 രാജ്യം 100ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹൂഗ്ലിയിലെ ആറാംബാഗിൽ 7,200 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വികസന പദ്ധതികൾ പശ്ചിമ ബംഗാളിന്റെയും ഒപ്പം ഇന്ത്യയുടെയും സമൃദ്ധിയിലേക്കുള്ള വഴി തെളിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതിയോട് ഇണങ്ങിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് രാജ്യത്തുടനീളം നടക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. साथियों, भारत ने दुनिया को दिखाया कि पर्यावरण के साथ तालमेल बिठाकर विकास कैसे किया जा सकता है. हल्दिया से बरौनी तक 500 किलोमीटर से ज्यादा लंबी क्रूड ऑयल की पाइपलाइन इसका उदाहरण है. इसके जरिए क्रूड ऑयल को 4 राज्यों बिहार, झारखंड, ओडिशा और पश्चिम बंगाल से होते हुए 3 अलग अलग रिफाइनरी तक पहुंचाया जाएगा. इससे खर्च भी कम होगा और पर्यावरण सुरक्षा से जुड़ी चिंताएं भी कम होगी. ആറാംബാഗിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സംസ്ഥാനത്തെ നിയമനങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ വലിയ അഴിമതിയാണ് നടത്തിയതെന്ന് പ്രധാനമന്ത്രി വിമർശിച്ചു. പൊതുയോഗത്തിന് ശേഷം ശ്രീ മോദി കൊൽക്കത്തയിലേക്ക് തിരിച്ചു. നാളെ നാദിയ ജില്ലയിലെ കൃഷ്ണനഗറിൽ 15,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ഉച്ചയ്ക്ക് ശേഷം ബീഹാറിലെ ഔറംഗാബാദിലെത്തുന്ന ശ്രീ മോദി 21,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. തുടർന്ന് ബെഗുസാരയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം 1.48 ലക്ഷം കോടി രൂപയുടെ എണ്ണ, വാതക മേഖലാ പദ്ധതികൾക്കും തുടക്കമിടും. അർബൻ സഹകരണ ബാങ്കുകളുടെ സംഘടനയായ നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് നാളെ കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സഹകർ സേ സമൃദ്ധി എന്നതിലൂടെ ആത്മനിർഭർ ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിത്. രാജ്യത്തെ മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസവും ആരോഗ്യവും ഉറപ്പുവരുത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി മഹേന്ദ്രഭായി മുഞ്ചപ്പാറ.
ഇന്ത്യയിലുടനീളമുള്ള അങ്കണവാടികൾ കേന്ദ്രീകരിച്ച് ഇതിനായുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. പോഷണം മുതൽ വിദ്യാഭ്യാസം വരെ എന്ന പേരിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. പ്രാരംഭഘട്ടത്തിൽ തന്നെയുള്ള ശിശു സംരക്ഷണവും വിദ്യാഭ്യാസവും ലക്ഷ്യമിട്ട് പോഷണത്തിലൂടെ വിദ്യാഭ്യാസവും എന്ന പരിപാടിക്ക് കേന്ദ്ര സർക്കാർ തുടക്കമിട്ടു. 2024 പൊതു തെരഞ്ഞെടുപ്പിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മര്യാദ പാലിക്കണമെന്നും മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രത്യക്ഷമായോ പരോക്ഷമായോ ലംഘിക്കുന്നതിനെതിരെ കർശന നടപടിയെടുക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് ഉത്തരവാദിത്വത്തോടെയുള്ള പ്രചാരണ രീതി അവലംബിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കസ്റ്റഡിയിലുള്ള 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വെറ്റിനറി കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ, യൂണിയൻ അംഗം ആസിഫ് ഖാൻ, SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഫ്സാൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. അതേസമയം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. സിദ്ധാർത്ഥിന് നേരെയുണ്ടായ റാഗിംഗിലുണ്ടായ 6 വിദ്യാർത്ഥികളെ കൂടി ഇന്ന് സസ്പെൻഡ് ചെയ്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സിദ്ധാർത്ഥിന്റെ വസതിയിലെത്തി അനുശോചനം രേഖപ്പെടുത്തി. മന്ത്രി വി ശിവൻകുട്ടി സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ സന്ദർശിച്ചു. സർക്കാർ സിദ്ധാർത്ഥിന്റെ കുടുംബത്തോടൊപ്പം ആണെന്ന മുഖ്യമന്ത്രിയുടെ സന്ദേശം മന്ത്രി സിദ്ധാർത്ഥിന്റെ പിതാവിനെ അറിയിച്ചു. ബംഗളൂരുവിലെ വൈറ്റ്ഫീൽഡിലുണ്ടായ സ്ഫോടനത്തിൽ 5 പേർക്ക് പരിക്ക്. ബംഗളൂരുവിലെ രാമേശ്വരം കഫേയിൽ ഇന്നുച്ചയ്ക്കാണ് സ്ഫോടനമുണ്ടായത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര അറിയിച്ചു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ UP വാരിയേഴ്സ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടുന്നു. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ATK മോഹൻ ബഗാൻ ജംഷഡ്പൂരിനെ നേരിടുന്നു. നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCയുമായി ഏറ്റുമുട്ടും. പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്താണ് കേരളം. ജർമ്മൻ ഓപ്പൺ ബാഡ്മിന്റണിൽ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനയുടെ ഇജിങ് ലീ സുമിൻ ലുവോ സഖ്യത്തെ നേരിടും. രാത്രി 8:40 മത്സരം. ചെക്ക് ജോഡികളായ സോന ഹൊറിംഗോവ, കാത്ജീന സുസാക്കോവ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സഖ്യം ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. അബുദാബിയിലെ പരമ്പരാഗത ശിലാക്ഷേത്രം ബാബ്സ് ഹിന്ദു മന്ദിർ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. സാംസ്കാരിക വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുന്നതിലും സാമൂഹ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും ക്ഷേത്രം സുപ്രധാന പങ്കുവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കഴിഞ്ഞ മാസം 14-ന് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഡൽഹിയിൽ നടന്ന 9ാമത് ശക്തി അന്താരാഷ്ട്ര വനിതാ സംരംഭക ഉച്ചകോടിയിൽ വിവിധ സംരംഭകത്വ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. കേന്ദ്രമന്ത്രി നാരായൺ റാണയാണ് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. ഇത്തരം പരിപാടികൾ സ്ത്രീ സംരംഭകത്വ മേഖലയുടെ വളർച്ചയ്ക്കും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. മേക്ക് ഇൻ ഇന്ത്യ സംരംഭം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയം 39,125 കോടി രൂപയുടെ 5 പ്രധാന മൂലധന ഏറ്റെടുക്കൽ കരാറുകളിൽ ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും പ്രതിരോധ സെക്രട്ടറി ഗിരിന്ദർ അരമനയുടെയും സാന്നിധ്യത്തിലാണ് കരാറുകൾ കൈമാറിയത്. 5 കരാറുകളിൽ 1 ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായും 2 കരാറുകൾ ലാസൻ ആൻഡ് ട്രൂബോ ലിമിറ്റഡുമായും 2 ബ്രഹ്മോസ് എയ്റോസ്പേസുമായാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1245 പോയിന്റ് ഉയർന്ന് 73,745-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 356 പോയിന്റ് നേട്ടത്തിൽ 22,339-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ ശാക്തീകരണത്തിൽ ഇന്ത്യ ലോകത്തിന് മാതൃകയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പരിസ്ഥിതിയോട് ഇണങ്ങിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് രാജ്യത്തുടനീളം നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഝാർഖണ്ഡിലും പശ്ചിമബംഗാളിലും വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. രാജ്യത്തെ മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസവും ആരോഗ്യവും ഉറപ്പുവരുത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി മഹേന്ദ്രഭായി മുഞ്ചപ്പാറ. കേരളത്തിൽ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കസ്റ്റഡിയിലുള്ള 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ UP വാരിയേഴ്സ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.